ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം നിങ്ങളെല്ലാവരും നോട്ടിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ നോട്ട്ബുക്കിൽ ആ പ്രോബ്ലം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയുന്നുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. അതിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. അത് നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും ചെയ്തതാണ് അല്ലേ. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്. അപ്പോൾ അവിടെ ക്യാഷും വർദ്ധിക്കുകയാണ്, ക്യാപിറ്റലും വർദ്ധിക്കുകയാണ്. അപ്പോൾ ക്യാഷും ക്യാപിറ്റലും വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കറിയാം ക്യാഷ് അസറ്റാണ് അല്ലേ, ക്യാഷ് അസറ്റാണ്. അപ്പോൾ അസറ്റ് വർദ്ധിക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇതേ എൻട്രി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതണം. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് നോക്കൂ. അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. എന്താണ് സെക്കൻഡ് ട്രാൻസാക്ഷൻ? ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് വിത്ത് സിൻഡിക്കേറ്റ് ബാങ്ക്. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് വിത്ത് സിൻഡിക്കേറ്റ് ബാങ്ക്. എന്താണ് അതിൻ്റെ അർത്ഥം? ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി, സിൻഡിക്കേറ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. അപ്പോൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുക എങ്ങനെയാണ്? ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലേ. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുക എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടല്ലേ അക്കൗണ്ട് തുടങ്ങുക. അപ്പോൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവിടെ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിലെ ക്യാഷ് വർദ്ധിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ബാങ്കിനെ ഇവിടെ ക്യാഷിനെ പോലെ തന്നെ അസറ്റായിട്ട് കണക്കാക്കാം, കാരണം നമ്മളെ ബാങ്കിലുള്ള ക്യാഷ് വർദ്ധിക്കുകയാണ്. അപ്പം ബാങ്കിനെ ഇവിടെ അസറ്റായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് അത് വർദ്ധിക്കുമ്പോൾ അതിനെന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാങ്കിൽ ക്യാഷ് കൂടുമ്പോൾ ബാങ്കിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, കാരണം അസറ്റ് വർദ്ധിക്കുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനിയോ, അപ്പോൾ ബാങ്കിൽ നമ്മൾ ക്യാഷ് കൊണ്ടിടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയല്ലേ അല്ലേ. നമ്മുടെ കയ്യിലുള്ള ക്യാഷല്ലേ ബാങ്ക് കൊണ്ടിടുന്നത്. അപ്പോൾ കയ്യിലുള്ള ക്യാഷ് കുറയാണ്. അപ്പോൾ ക്യാഷ് അസറ്റാണ്, അത് കുറയുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബാങ്കിൽ ക്യാഷ് വർദ്ധിച്ചു, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു. അപ്പോൾ ബാങ്കിൽ ക്യാഷ് വർദ്ധിച്ചതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു, കാരണം അസറ്റ് വർദ്ധിക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അപ്പോൾ കുറയാണ്, കയ്യിലുള്ള ബാങ്ക് കൊണ്ടിട്ടതുകൊണ്ട്. അപ്പോൾ കയ്യിലുള്ള ക്യാഷ് കുറയായതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു, കാരണം അസറ്റ് കുറയുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, എപ്പോൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താലും ജേണൽ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അങ്ങനെ അങ്ങോട്ട് ഓർത്താൽ മതി. ബാങ്ക് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അല്ലെങ്കിൽ ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയോ അല്ലെങ്കിൽ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി എപ്പോഴും എന്തായിരിക്കും വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അത് ഓർത്താൽ മതി കേട്ടോ. ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ബാങ്കിൽ നിന്ന് പണം വിത്ഡ്രോ ചെയ്താലോ, തിരിച്ചെടുത്താൽ ജേണൽ എൻട്രി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആവും. ഓക്കെ, ബാങ്കിൽ നിന്ന് പണം ഇങ്ങോട്ട് തിരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻട്രി വരിക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ് വരിക. ബാങ്കിൽ പണം ഇടുമ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാം. എന്താണ് അടുത്ത ട്രാൻസാക്ഷൻ? ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം മിസ് ഗുൽമോഹർ ഫാഷൻ ഹൗസ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗുൽമോഹർ ഫാഷൻ ഹൗസ്. അപ്പോൾ ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത് നിന്ന് സാധനം കടത്തിന് വാങ്ങി. എന്താണ്? ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്ന സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കടത്തിന് വാങ്ങി. അപ്പോൾ കടത്തിന് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് വരിക? വാങ്ങുക എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു, വാങ്ങുക എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് അല്ലേ. പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. പർച്ചേസ് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം അല്ലേ. എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് എക്സ്പെൻസ് ആയതുകൊണ്ട് പർച്ചേസ് വർദ്ധിക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ പർച്ചേസസിന് ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെയാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്? അതായത് ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് സാധനം വാങ്ങിയിട്ടുള്ളത്? പണം കൊടുത്തിട്ടാണോ? അല്ല, പണം കൊടുത്തിട്ടല്ല നമ്മൾ വാങ്ങിയിട്ടുള്ളത്, കടത്തിനാണ്.
നമ്മൾ സാധനം വാങ്ങിയിട്ടുള്ളത് കടത്തിനാണ്. ആരുടെ കയ്യിൽ നിന്ന്? ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്ന സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന് കടത്തിനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗുൽമോഹർ ഫാഷൻ ഹൗസ് ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റർ ആണല്ലേ. ക്രെഡിറ്റർ എന്ന് പറയാൻ കാരണം നമ്മൾ പണം കൊടുക്കാനുണ്ട്. സാധനം കടത്തിന് വാങ്ങിയതുകൊണ്ട് നമ്മൾ ഗുൽമോഹർ ഫാഷൻ ഹൗസിന് ഇപ്പോൾ പണം കൊടുക്കാനുണ്ട്. അപ്പോൾ ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്ന സ്ഥാപനം ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്ററാണ്. അപ്പോൾ ക്രെഡിറ്റർ ലയബിലിറ്റിയാണ്. ലയബിലിറ്റി വർദ്ധിക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ലയബിലിറ്റി വർദ്ധിക്കുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി വർദ്ധിക്കുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ആര് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്? ഗുൽമോഹർ ഫാഷൻ ഹൗസിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജേർണൽ എൻട്രി ശ്രദ്ധിക്കുക. എന്താണ് ജേർണൽ എൻട്രി? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുൽമോഹർ ഫാഷൻ ഹൗസ്. കാരണം ഇവിടെ സാധനങ്ങൾ ഗുൽമോഹർ ഫാഷൻ ഹൗസിൻ്റെ അടുത്ത് നിന്ന് കടത്തിനാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധനം വാങ്ങുക എന്ന് പറയുമ്പോൾ പർച്ചേസാണ്, അത് എക്സ്പെൻസാണ്. എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് പർച്ചേസസിനെ ഡെബിറ്റ് ചെയ്തു. പിന്നെ ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്ററായി. സാധനം കടത്തിന് വാങ്ങിയതുകൊണ്ട് ഗുൽമോഹർ എന്ന സ്ഥാപനം നമ്മുടെ ക്രെഡിറ്ററായി. അപ്പോൾ ക്രെഡിറ്റർ ലയബിലിറ്റിയാണ്. ലയബിലിറ്റി വർദ്ധിക്കുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേർണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് ക്രെഡിറ്റിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ പർച്ചേസസിനെ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്ററെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ക്രെഡിറ്റർ ഗുൽമോഹറാണ്, അതുകൊണ്ട് ഗുൽമോഹറിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എപ്പോഴും സാധനങ്ങൾ ഗുഡ്സ് കടത്തിന് വാങ്ങിക്കുമ്പോൾ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് എന്ന ട്രാൻസാക്ഷൻ വരുമ്പോൾ പർച്ചേസസിനെ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്ററിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടുത്തെ ക്രെഡിറ്റർ ഗുൽമോഹർ ആയതുകൊണ്ട് നമ്മൾ ഗുൽമോഹറിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാം. Purchase office machine and paid by check. Purchased office machine and paid by check. എന്താണ് അതിൻ്റെ അർത്ഥം? ഓഫീസ് മെഷീൻ വാങ്ങിച്ചു, എന്നിട്ട് ചെക്കായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ചെക്കായിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോയിട്ടുള്ളത് അല്ലേ. ചെക്കായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ ചെക്ക് കിട്ടിയവർ അത് ബാങ്ക് കൊണ്ടുപോയിട്ട് ക്യാഷ് ആക്കൂലേ. അപ്പോൾ ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക? എന്താണ് നമ്മൾ വാങ്ങിച്ചത്? ഓഫീസ് മെഷീനാണ് വാങ്ങിച്ചത്. അപ്പോൾ മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അതൊരു ഫിക്സഡ് അസറ്റാണ് അല്ലേ. മെഷീൻ അസറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അസറ്റ് വർദ്ധിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുക? അസറ്റ് വർദ്ധിക്കുമ്പോൾ എന്താ ചെയ്യുക? അസറ്റ് വർദ്ധിക്കുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. അസറ്റിന് എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ്. അപ്പോൾ ഓഫീസ് മെഷീൻ അസറ്റ് ആയതുകൊണ്ട് തന്നെ മെഷീനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. കാരണം അസറ്റ് വർദ്ധിച്ചല്ലോ. അസറ്റ് വർദ്ധിക്കുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ മെഷീനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ഇവിടെ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ മെഷീനിന് കൊടുത്തത്? ചെക്കാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ ചെക്ക് കൊടുക്കുക പറയുമ്പോൾ ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോവുക. അപ്പോൾ ബാങ്കിലെ ക്യാഷ് കുറഞ്ഞു. അപ്പോൾ ബാങ്ക് എന്ന അസറ്റ് അവിടെ കുറഞ്ഞു. ബാങ്കിലെ ക്യാഷ് എന്ന അസറ്റ് അവിടെ കുറഞ്ഞു. അതുകൊണ്ട് നമ്മളിവിടെ ആരെ ക്രെഡിറ്റ് ചെയ്തു? ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് പോയത് ബാങ്കിൽ നിന്നായതുകൊണ്ടാണ് എന്തിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്? ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാങ്കിലെ ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. അപ്പോൾ ആ കുറഞ്ഞ അസറ്റിനോട് ക്രെഡിറ്റ് ചെയ്തു. അതാണ് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തത്. പിന്നെ ഏത് അസറ്റാണ് കൂടിയത്? മെഷീൻ എന്ന അസറ്റ് കൂടിയത് കൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ജേർണൽ എൻട്രി മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. ജൂൺ 18 റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്. എന്താണ് റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്? എന്താ അതിൻ്റെ അർത്ഥം? റെൻറ്റ് കൊടുത്തു, വാടക കൊടുത്തു. എങ്ങനെയാണ് കൊടുത്തത്? അതും ചെക്കായിട്ടാണ് കൊടുത്തത്. ചെക്കായിട്ടെന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ, വാടക. അപ്പോൾ റെൻറ്റ് എന്താണ്? അത് എക്സ്പെൻസാണ് അല്ലേ, ചിലവാണ്. ചിലവ് വർദ്ധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ചിലവ് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ്. അതുകൊണ്ട് ഇവിടെ റെൻറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എക്സ്പെൻസ് എപ്പോഴും ഡെബിറ്റാണ് ചെയ്യുക. അപ്പോൾ റെൻറ്റിനെ ഡെബിറ്റ് ചെയ്തു. ഇനി എന്താണ് ഇവിടുന്ന് പോകുന്നത്? റെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്വാഭാവികമായിട്ടും ക്യാഷാണ് പോവുക. പക്ഷേ ഇവിടെ ചെക്കായിട്ട് കൊടുത്തതുകൊണ്ട് ക്യാഷ് പോകുന്നത് ബാങ്കിൽ നിന്നാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ആരെവിടെ ക്രെഡിറ്റ് ചെയ്തു? ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ജേർണൽ എൻട്രി റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് കിടക്കാം. ഏതാണത്? ജൂൺ 20 സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹിത് ബ്രദേഴ്സ്. സാധനങ്ങൾ മോഹിത് ബ്രദേഴ്സിന് കടത്തിന് വിറ്റു.
എന്താ പറയുന്നത്? സാധനങ്ങൾ മോഹിത് ബ്രദേഴ്സിന് കടത്തിന് വിറ്റു. അപ്പോൾ വിൽപ്പന, സെയിൽസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഇൻകമാണ്, വരുമാനമാണ് അല്ലേ? അല്ലേ? ആണ്. ക്യാഷിനാണെങ്കിലും കടത്തിനാണെങ്കിലും സെയിൽസ്, അതായത് വിൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ വരുമാനമാണ്. അപ്പോൾ സെയിൽസ് ഇൻകം വർദ്ധിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ക്രെഡിറ്റ് ആണല്ലോ ചെയ്യുക, അല്ലേ? ഇൻകം വർദ്ധിക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യുക. അപ്പോൾ സെയിൽസ് വർദ്ധിക്കുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യും, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഇത് എങ്ങനെയാണ് വിറ്റത്? ക്യാഷിനാണോ? നമുക്ക് ക്യാഷ് കിട്ടിയോ? ഇല്ല. നമ്മൾ ക്യാഷിനല്ല വിറ്റിരിക്കുന്നത്, കടത്തിനാണ്. ആർക്കാണ് വിറ്റിരിക്കുന്നത്? മോഹിത് ബ്രദേഴ്സിന്. മോഹിത് ബ്രദേഴ്സിന് കടത്തിനാണ് വിറ്റത്. അപ്പോൾ കടത്തിന് വിറ്റത് കൊണ്ട് മോഹിത് ബ്രദേഴ്സ് ഇപ്പോൾ നമ്മുടെ ഡെറ്റേഴ്സാണ്, അല്ലേ? ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾക്ക് പണം തരാനുള്ളവർ, അല്ലേ? അപ്പോൾ മോഹിത് ബ്രദേഴ്സ് ഇപ്പോൾ നമ്മുടെ ഡെറ്റേഴ്സാണ്. അപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അസറ്റാണ്. അസറ്റ് വർദ്ധിക്കുമ്പോൾ അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ മോഹിത് ബ്രദേഴ്സിനെ ഇവിടെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ജേർണൽ എൻട്രി എന്ത് വന്നു? മോഹിത് ബ്രദേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. കാരണം ഇവിടെ 2 ഇഫക്റ്റാണ് വരുന്നത്. ഒന്ന്, നമ്മുടെ ഇൻകം വർദ്ധിച്ചു, സെയിൽസ് ഇൻകം ആയതുകൊണ്ട് അത് വർദ്ധിക്കുമ്പോൾ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ ഇത് കടത്തിന് വിറ്റുകൊണ്ട് ഡെറ്റേഴ്സ് എന്നൊരു അസറ്റ് വർദ്ധിച്ചു, അതുകൊണ്ട് ആ അസറ്റിനെ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തു. അസറ്റ് വർദ്ധിക്കുമ്പോൾ ഡെബിറ്റ് അല്ലേ ചെയ്യുക. അപ്പോൾ മോഹിത് ബ്രദേഴ്സാണ് നമ്മുടെ ഇവിടുത്തെ ഡെറ്റേഴ്സ്, അല്ലേ? നമുക്ക് തരാനുള്ളവർ മോഹിത് ബ്രദേഴ്സാണ്. അപ്പോൾ അവിടെ ആ ഒരു അസറ്റ് വർദ്ധിച്ചതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, എപ്പോഴും കടത്തിന് വിൽക്കുമ്പം സെയിൽസിന് ക്രെഡിറ്റ് ചെയ്യുക, ഡെറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യുക. ഇവിടുത്തെ ഡെറ്റർ മോഹിറ്റ് ആയതുകൊണ്ട് നമ്മൾ മോഹിറ്റിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ, കടത്തിൻ്റെ വിൽപ്പന നടക്കുമ്പോൾ ഈ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും വരും, ഡെബിറ്റ് സൈഡിൽ ഡെറ്റേഴ്സിൻ്റെ പേരും വരും. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷനിലേക്ക് കിടക്കാം. എന്താണ് അടുത്ത ട്രാൻസാക്ഷൻ? അടുത്ത ട്രാൻസാക്ഷൻ ജൂൺ 22 ക്യാഷ് സെയിൽസ്. എന്താണ് ജൂൺ 22 ക്യാഷ് സെയിൽസ്? എന്താണ് ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ? സാധനങ്ങൾ വിറ്റു, അതും വിൽപ്പന തന്നെയാണ്, സെയിൽസ് തന്നെയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? ക്യാഷിനാണ്, പണത്തിനാണ്. നമുക്ക് പണം അങ്ങോട്ട് കിട്ടി, ഓക്കെ, പണത്തിലാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഇൻകം ആണ്, അല്ലേ? അപ്പോൾ സെയിൽസ് വർദ്ധിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെയിൽസ് നടന്നാൽ സെയിൽസിന് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യാഷിന് വിറ്റതുകൊണ്ട് ഇവിടെ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വന്നു, അല്ലേ? ക്യാഷിന് വിറ്റതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വന്നു. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് അസറ്റാണ്, അല്ലേ? ക്യാഷ് അസറ്റാണ്. അപ്പോൾ അസറ്റ് വർദ്ധിക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പം ക്യാഷിന് വിറ്റ് കഴിഞ്ഞാൽ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ക്യാഷിന് സാധനം വിറ്റ് കഴിഞ്ഞാൽ ജേർണൽ എൻട്രി എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഇനി അടുത്ത ജേർണൽ എൻട്രിയിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തത് ക്യാഷ് പെയ്ഡ് ടു ഗുൽമോഹർ ഫാഷൻ ഹൗസ് ₹30,000. ഓക്കെ, അടുത്ത കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ എമൗണ്ട് കോളത്തൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലത്തിൽ എമൗണ്ട് കോളത്തിലേക്ക് എമൗണ്ട് പ്രോബ്ലത്തിനെ കുറിച്ച് പറയാതിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് കടക്കാം. എന്താണ്? ക്യാഷ് പെയ്ഡ് ടു ഗുൽമോഹർ ഫാഷൻ ഹൗസ് ₹30,000. അപ്പം നമ്മൾ നേരത്തെ ജൂൺ 12 ഗുൽമോഹറിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കടത്തിന് വാങ്ങിയിരുന്നു, അല്ലേ? 30,000 രൂപയുടെ സാധനം കടത്തിന് വാങ്ങിയിരുന്നു. ആ 30,000 ഇപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്ന സ്ഥാപനത്തിൽ നമ്മൾ കൊടുക്കാനുണ്ടായിരുന്ന 30,000 ഗുൽമോഹർ ഇപ്പം നമ്മുടെ ക്രെഡിറ്ററാണ്, കാരണം നമ്മൾ 30,000 കൊടുക്കാനുള്ളതുകൊണ്ട് ആ പണം നമ്മളിപ്പോൾ തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ, എന്താണ് ജേർണൽ എൻട്രി വരിക? ക്യാഷ് നമ്മൾ കൊടുക്കുകയാണ് ഗുൽമോഹറിന്, അല്ലേ? അപ്പോൾ എപ്പോഴും ക്യാഷ് കൊടുത്താൽ ക്യാഷ് കുറയൂലേ? കയ്യിലുള്ള ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷ് കുറയൂലേ? ഓക്കെ, അപ്പോൾ ക്യാഷ് കുറയുക അറിയുമ്പോൾ അസറ്റ് കുറയല്ലേ? അപ്പോൾ അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ എപ്പോഴും ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇനി ആരെയാണ് ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്? ഗുൽമോഹറിനെ. അതെന്തുകൊണ്ടാണ് ഗുൽമോഹറിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം? ഗുൽമോഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരായിരുന്നു? ക്രെഡിറ്റർ ആയിരുന്നു.
ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണം കൊടുക്കാനുണ്ടായിരുന്നു ഒരു 30,000. പക്ഷേ ഇപ്പോൾ ആ 30,000 നമ്മൾ കൊടുത്തു. 30,000 കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ക്രെഡിറ്റർ ഇല്ലാണ്ടായി, അതായത് ആ ക്രെഡിറ്റർ കുറഞ്ഞു. അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ലയബിലിറ്റിയാണ് അല്ലേ? ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ലയബിലിറ്റിയാണ്. ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഗുൽമോഹർ എന്നത് നമ്മളെ ക്രെഡിറ്ററാണ്. ഇപ്പോൾ നമ്മൾ ആ ഗുൽമോഹറിന് കൊടുക്കാനുള്ള പണം കൊടുത്തത് കൊണ്ട് ആ ലയബിലിറ്റി കുറഞ്ഞു. അതുകൊണ്ട് ലയബിലിറ്റി കുറയുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഗുൽമോഹറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഏത് അസറ്റ് പോയി? ക്യാഷ് എന്ന അസറ്റ്. അപ്പോൾ അസറ്റ് കുറയുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു അസറ്റും കുറഞ്ഞു, ഒരു ലയബിലിറ്റിയും കുറഞ്ഞു. കുറഞ്ഞ അസറ്റ് ക്യാഷാണ്, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. കുറഞ്ഞ ലയബിലിറ്റി ഒരു ക്രെഡിറ്ററാണ്, ഗുൽമോഹർ എന്ന ക്രെഡിറ്റർ. അതുകൊണ്ട് ഗുൽമോഹറിനെ ഡെബിറ്റ് ചെയ്തു. കാരണം ലയബിലിറ്റി കുറയുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന അസറ്റും കുറഞ്ഞു, ഗുൽമോഹർ എന്ന ലയബിലിറ്റിയും കുറഞ്ഞു. അതുകൊണ്ട് ഗുൽമോഹർ എന്ന ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് എന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. റിസീവ്ഡ് ചെക്ക് ഫ്രം മോഹിത് ബ്രദേഴ്സ് ഫോർ ₹10,000. അപ്പോൾ നേരത്തെ നമ്മൾ മോഹിത് ബ്രദേഴ്സിന് സാധനങ്ങൾ വിറ്റിരുന്നു അല്ലേ? 10,000 രൂപയ്ക്ക് അല്ലേ? അതെ, മോഹിത് ബ്രദേഴ്സിന് നമ്മൾ 10,000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റിരുന്നു. ഇപ്പോൾ മോഹിത് ബ്രദേഴ്സ്, അതായത് മോഹിത് ബ്രദേഴ്സ് നമ്മുടെ എന്താണ്? അപ്പോൾ ഡെറ്ററാണ്. മോഹിത് ബ്രദേഴ്സ് നമ്മുടെ ഡെറ്ററാണ്. ഇപ്പോൾ മോഹിത് ബ്രദേഴ്സ് ആ തുക നമുക്ക് തിരിച്ചു തന്നിരിക്കുകയാണ്. മോഹിത് ബ്രദേഴ്സ് ആ തുക ക്യാഷായിട്ടല്ല ചെക്കായിട്ട് തിരിച്ചു തന്നു. അതായത് നമ്മുടെ ഡെറ്റർ നമുക്ക് തുക